നമസ്കാരം. ജോൺ. സന്തോഷം തന്നെ സമ്പത്ത്. പഴയൊരു രാജാവിൻ്റെ കഥ കേൾക്കുക. അധികാരവും സമ്പത്തും വേണ്ടത്ര ഉണ്ടായിട്ടും എപ്പോഴും മനപ്രയാസം, ആഹ്ലാദിക്കാൻ ഒടുങ്ങാത്ത ആഗ്രഹമുണ്ട്. എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്ത മുറിയിൽ പാവപ്പെട്ട സേവകൻ രസിച്ച് മൂളിപ്പാട്ട് പാടുന്നു. സമസ്ത സമ്പത്തും കയ്യിലൊതുങ്ങുന്ന തനിക്ക് കിട്ടാത്ത സന്തോഷം അവന് കിട്ടുന്നത് എങ്ങനെ? ഉടൻ അയാളെ വരുത്തി സന്തോഷിക്കാൻ കാരണമെന്താണെന്ന് ചോദിച്ചു. അടിയന് പാർക്കാൻ ഒരു കൂരയുണ്ട്, ഉണ്ണാനും ഉടുക്കാനും അവിടുന്ന് കൽപ്പിച്ചു തരുന്നുമുണ്ട്. ഇതിൽ കൂടുതൽ എന്തു വേണം? മറുപടിയിൽ തൃപ്തനാകാത്ത രാജാവ് മന്ത്രിയെ വിളിച്ച് സേവകന്റെ സന്തോഷത്തിന്റെ പിന്നിലെ രഹസ്യം അന്വേഷിച്ചു. അവന് 99 സംഘത്തിൽ ചേർക്കാത്തതാണ് കാരണമെന്ന് മന്ത്രി പറഞ്ഞു. 99 സ്വർണ്ണ നാണയങ്ങൾ ചെറു കിഴിയിൽ കെട്ടി സേവകന്റെ വീട്ടുപടികൾ കൊണ്ടുവച്ചാൽ മതിയെന്ന് മന്ത്രി ഉപദേശിച്ചു. രാജാവ് അതിന് കൽപ്പന നൽകി. കിഴി കിട്ടിയ സേവകൻ 100ാമത്തെ നാണം സമ്പാദിക്കാൻ പിറ്റേന്ന് മുതൽ കഷ്ടപ്പെട്ടു തുടങ്ങി. ലക്ഷ്യം അകലും തോറും വീട്ടിലുള്ളവരോടും സഹപ്രവർത്തകരോടും ശണ്ട, എപ്പോഴും മനപ്രയാസം. സേവകനെ നിരീക്ഷിച്ച രാജാവിന് സന്തോഷത്തിന്റെ രഹസ്യം മനസ്സിലായി. അലംഭാവം വളർച്ചയെ മുരടിപ്പിക്കുമെന്നത് ശരി, എങ്കിലും കൈവന്ന സൗകര്യങ്ങളെയും അനുഗ്രഹങ്ങളെപ്പറ്റിയും നിമിഷാർത്ഥം പോലും സന്തോഷിക്കാതെ കിട്ടാത്തതിനെപ്പറ്റി മാത്രം ഓർത്ത് വിഷാദിച്ച് കളയേണ്ടതാണോ ജീവിതം? നമ്മിൽ പലരും 99 ക്ലബ്ബുകാരല്ലേ? മൊഴി എന്താണെന്ന് അറിഞ്ഞവർക്കേ ആഹ്ലാദം തിരിച്ചറിയാൻ കഴിയൂ എന്ന് റഷ്യൻ മൊഴി. സ്വയം സന്തോഷിക്കുന്നവർ സുഗന്ധം പൂശുന്നത് പോലെ അന്യരിലേക്ക് സന്തോഷം പകരുന്നു എന്ന് പറയാറുണ്ട്. ഇച്ഛാപൂർത്തിയല്ല യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനം. എല്ലാം നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. 99 ക്ലബിൽപ്പെട്ട രാജ്യസേവകന്റെ കഥ ഓർക്കുക. ഉയരങ്ങളിലെത്തി സന്തോഷിക്കുവാനും മിക്കവരും ആഗ്രഹിക്കുന്നു. എന്നാൽ മല കയറുന്നതും സന്തോഷമാണെന്ന് കരുതുന്നവർ അപ്പോഴും സന്തോഷിക്കുന്നു, വേഗം മല കയറുകയും ചെയ്യുന്നു. നമുക്ക് സ്വപ്നങ്ങൾ വേണം, എങ്കിൽ അവ നേടി സന്തോഷിക്കാൻ കഴിയും. വിജയത്തിലൂടെ സന്തോഷത്തിലെത്തുന്നത് ഒരു വഴി, പക്ഷെ സന്തോഷത്തെ വിജയത്തിന്റെ താക്കോലാക്കാനും കഴിയും. സ്വന്തം ആഗ്രഹ സാഫല്യത്തിലൂടെ അല്ല, മഹത്തായ ലക്ഷ്യത്തിലൂടെയുള്ള കുറുക്കുവഴിയാണ് യഥാർത്ഥ ആനന്ദം കൈവരുന്നതെന്ന് ഹെലൻ കെല്ലർ. താങ്ക് യു.